ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. UDF ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. UDF ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി KP കരുണൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് C നിജിൻ, VK പ്രേമൻ, സുധീഷ് വള്ളേൽ, അഡ്വക്കേറ്റ് PTK നജ്മൽ, PS രഞ്ജിത് കുമാർ, P ഗംഗാധരൻ, അജിത് പ്രസാദ്, P രജനി, രഞ്ജിത്ത് കണ്ണോത്ത്, നല്ലാടത്ത് രാഘവൻ, സജിത് മാരാർ, K ഗീത, A ദാസൻ, ഷംസുദ്ദീൻ കല്ലിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന് കിട്ടുന്ന സെസ്, അതിന്റെ നികുതി അത് വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനമുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ജനോപകാരപ്രദമായ നടപടികളുമായി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ സൂചിപ്പിച്ച സ്വാഗത പ്രാസംഗികൻ BJPയുടെ മഹിളാ സംഘടന സമരം ചെയ്ത് ബസ്സിന് സൗജന്യം കിട്ടണം എന്ന് പറഞ്ഞ് സമരം ചെയ്തതിനെ ഒരു ഗവൺമെന്റിയുടെ അധികാരമേറ്റിട്ടില്ല, മന്ത്രിസഭാ യോഗം ചേർന്നിട്ടില്ല. അതിന് മുമ്പ് സമരം ചെയ്തുവെങ്കിൽ BJPയുടെ ഗവൺമെന്റ് നരേന്ദ്രമോദി ഇവിടെ അധികാരത്തിൽ വന്നെങ്ങനെയാണ് ഓരോ ആളുകളുടെയും കോൺഗ്രസ് ഗവൺമെന്റ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിദേശ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആ ഫണ്ട് തിരിച്ചു കൊണ്ടുവന്ന് സ്വത്തേക്കിലെ പണം തിരിച്ചു കൊണ്ടുവന്ന് ഓരോ ആളുകളുടെയും പേരിൽ 5 ലക്ഷം രൂപ ഞാൻ ഇടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. എങ്കിൽ ഒരു നയാ പൈസ പോലും നിൽക്കാതെ പോകുന്ന BJPയുടെ ആ ഗവൺമെന്റിനെതിരെയാണ് BJPയുടെ മകൾ സമരം ചെയ്യേണ്ടത്. BJPയുടെ ആളുകൾ ഈ വില വർദ്ധിക്കുമ്പോൾ ആ വില വർധനവിനെതിരെ സമരം നടത്തേണ്ടത് BJPയുടെ ഗവൺമെന്റിനെതിരെയാണ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരെയാണ്. ഇവിടെ പറഞ്ഞു വിടാത്ത കുട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് ഉപരി ഇവിടെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന BJPക്കെതിരെ സമരം ചെയ്യാനാണ് തയ്യാറാവുന്നതെന്ന് മാത്രം. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.